കുട്ടികളിൽ സന്ധികൾക്ക് വരുന്ന വേദന അല്ലെങ്കിൽ ആർത്രാൾജിയ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതലായിട്ട് വൈകുന്നേര സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ കൈകാല് വേദന പറയുന്നത് ഗ്രോയിങ് പെയിൻ ആണ്. അതിന് ഭയപ്പെടേണ്ട ആവശ്യകത ഇല്ല. അത് വളർച്ചയെ സംബന്ധിച്ചുണ്ടാകുന്നതാണ്. പിന്നെ തട്ടുമുട്ട് കേടുകൾ കൊണ്ടുവരുന്ന ഒടിവ് ചതവ് കൊണ്ട് ഓർത്തോപെഡിക് റിലേറ്റഡ് കണ്ടീഷൻസ് വളരെ റെയർ ആയിട്ടാണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് അവർ വെയിറ്റ് ബെയർ ചെയ്യാതെ വരിക, ജോയിന്റുകൾക്ക് നീര്, വേദന, അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അണ്ടർലൈൻ ആയിട്ടുള്ള മേജർ ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നത്. അത് എസ്പെഷ്യലി ഉള്ളത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ, എസ്പെഷ്യലി ലുക്കീമിയയിലാണ് അങ്ങനെ കാണുന്നത്. ബോൺ സംബന്ധമായിട്ടുള്ള ന്യൂറോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ ഓസ്റ്റിയോ സംബന്ധമായിട്ടുള്ള ക്യാൻസേഴ്സ്. അതോടൊപ്പം തന്നെ മോസ്റ്റ് കോമണസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അത് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ജോയിന്റുകളെ എഫക്ട് ചെയ്യുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ട്രാൻസിയന്റ് ആയിട്ട് വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് നമ്മൾക്ക് ഒരു ഡെങ്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈറൽ ഫീവർ കഴിയുമ്പോഴേ വരുന്ന ട്രാൻസിയന്റ്. ചില വാക്സിനേഷൻസ് എടുത്ത് കഴിയുമ്പോൾ ജോയിന്റിനുണ്ടാകുന്ന നീർക്കെട്ട്, മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, റുമറ്റോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് എന്നൊക്കെ പറയുന്ന വളരെ വിരളമായിട്ട് കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ വിട്ടുമാറാത്ത ജോയിന്റ് പെയിന്, പനി, മറ്റ് അസോസിയേറ്റഡ് ഇഷ്യൂസ് പറയുമ്പോൾ ഒന്ന് എവാലുവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.